അപ്പം ഞാൻ വാട്ട് ഈസ് ഇൻ മൈ അലമാര എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ അലമാര ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്, ഇതിൻ്റെ ശരിക്കുള്ള അവസ്ഥ, ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം നമുക്ക്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ അലമാര. അപ്പം ഞാൻ ഇതിനി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ അലമാരയുടെ ശരിയായ അവസ്ഥ കേട്ടോ. ഇത് ഈ ഒരു സൈഡിലൊരു സെക്ഷൻ ഓപ്പൺ ചെയ്തതാണ് കേട്ടോ. അപ്പം അത് ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇപ്പം ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത് ഒരു കവറിനകത്ത് കുറച്ച് ഡ്രസ്സ് വെച്ചിരിക്കുന്നതാണ്. അതിപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് മാറ്റിയിടുവാണ് കേട്ടോ. ഓക്കെ, ഇത് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. എൻ്റെ അല്ല, ചേട്ടായിട്ടത് ഒരു ഗോൾഡൻ കളർ ജുബയും വൈറ്റ് മുണ്ടുമാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി ഇതെന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ മാമോദീസ സെറ്റാണ്. ഇത് ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഉള്ളത് ഇത് കുറച്ച് വെള്ളം ഉപയോഗിക്കുന്നതും ഉണ്ട്, ഉപയോഗിക്കാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ സെക്ടർ, നമ്മൾ തണുപ്പ് കാലത്തൊക്കെ എടുക്കുന്ന കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞി സെക്ടറാണ് കേട്ടോ. ഇത് കണ്ടോ, കുഞ്ഞി സെക്ടർ. അപ്പം ഞാൻ ഈ മാമോദിസ സെറ്റൊന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാറ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞിൻ്റെ മാമോദിസ സെറ്റ്, നമ്മുടെ തലയിൽ വെക്കുന്നത് കണ്ടോ. ഇത് നമ്മുടെ മെഴുകുതിരി, കുഞ്ഞി നിക്കറ്, ഇതതിൻ്റെ കൂടെയുള്ള ക്യാപ്പാണ് കേട്ടോ. അപ്പം ഇത് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്യാപ്പ്, 2 സോക്സ്. ഇതാണ് ഞങ്ങളുടെ ഉടുപ്പിലെന്തോ കറയൊക്കെ ആയിട്ടുണ്ട്. ഇവിടുന്ന് പറ്റിയതാണെന്നൊന്നും അറിയത്തില്ല, അങ്ങനെ എടുക്കലൊന്നുമില്ല. ഇത് മാമോദിസ കഴിഞ്ഞപ്പോൾ ഉരി വെച്ചതാട്ടോ. അപ്പം ഇതിനി ഇത് അതിൻ്റെ കൂടെയുള്ള വൈറ്റ് ടർക്കി, ഇത് കയ്യിലിടുന്ന ഓറ, ഇത് നമ്മുടെ ചെറിയൊരു ടവലാണ്. ഇതിനകത്ത് നമുക്ക് ഇത്രയാണ് കേട്ടോ ഉള്ളത് മാമോദിസ സെറ്റിൽ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കവറാണ്. കവറിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാം. അപ്പം ഇത് കുഞ്ഞിൻ്റെ കുറച്ച് ഇത് കണ്ടോ, ഇത്രയും കുഞ്ഞുടുപ്പുകളാണ്. കുഞ്ഞുടുപ്പെന്നൊന്നും പറയാൻ പറ്റില്ല, ഇത് ആർക്കോ ഗിഫ്റ്റ് തന്നതാണ്. അപ്പം ഇത് ഒത്തിരി വലിയതാണ് കണ്ടോ. ഇത് ഒരു ഉടുപ്പ് ഒരുപാട് വലുതായതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ വെച്ചിട്ട് ഒരുപാട് വൃത്തികേടാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇതും അതുപോലെ തന്നെ ആരോ ഒരാൾ ഗിഫ്റ്റ് തന്ന, ഇതിൻ്റെ ഒന്നും ഇതുപോലും സ്റ്റിക്കർ പോലും കളഞ്ഞിട്ടില്ല കണ്ടോ. അപ്പം ഞാൻ ആ കിട്ടിയ പോലെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതും അതുപോലെ ഉള്ളൊരു ഉടുപ്പാണ് കണ്ടോ. ഇതും അതിൻ്റെ ഒപ്പം തന്നെ കിട്ടിയതാണ്. ഒരു 4 ഉടുപ്പ് ഉണ്ടോ. ഇപ്പോൾ അത്യാവശ്യം ഇത്തിരി വലുതായതുകൊണ്ട് ഞാൻ എടുത്തിങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ചെറിയ കള്ളി നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഈ കള്ളിയിൽ ഇതൊക്കെയാണ് ഉള്ളത്. ഇതെന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ അറിയില്ല. ഇതൊരു പ്ലാസ്റ്റിക് കവറ്, എന്തിനുള്ളിൽ വെച്ചിരിക്കുന്നതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. എപ്പോഴെങ്കിലും കിട്ടിയതെടുത്ത് അലമാര തുറന്നപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നതാവാനാണ് സാധ്യത. പിന്നെ ഇത് ബൈക്കിൻ്റെ ഏതോ പേപ്പറാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇത് ഫാനിൻ്റെ വാറണ്ടി കാർഡോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. കാണിച്ചു തരാം. ഇത് ഫാനിൻ്റെ വാറണ്ടി കാർഡോ. യെസ്, 2 years വാറണ്ടി ഉണ്ട് കേട്ടോ.
ആ ഫാൻ്റെ വാറണ്ടി കാർഡാണ് ഇത്. ഇനി ഇത് കുഞ്ഞുവാവയുടെ ഒരു കൂളിംഗ് ഗ്ലാസ്. അത് ഞാൻ ബാഗിലുണ്ടായിരുന്നു ഞാൻ തോന്നുന്നു. ഇപ്പോൾ ബാഗ് ഓപ്പൺ ചെയ്തപ്പോൾ എടുത്തിട്ട് ഇതിനകത്തേക്ക് വെച്ചിരിക്കുന്നതായിരുന്നു തോന്നുന്നു കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് ഇത് ബൈക്കിൻ്റെ എക്സ്ട്രാ രണ്ട് കീ ഉണ്ടാവില്ലേ, അതിലൊന്നാണ്. ആ ഒരു കീ ആണ് ഇത്. ആന്ധ്ര ബാങ്കിൻ്റെ ഒരു പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ്. ഇതിപ്പോൾ എനിക്ക് യൂസ് ഇല്ല. അതിന് ഞാനിപ്പം കൊച്ചിന് ഞാൻ കളിക്കാൻ കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജ് മാത്രം ഇനി എന്തെങ്കിലും ഒരു ആവശ്യം വന്നെങ്കിലോ എന്ന് കരുതി അക്കൗണ്ട് നമ്പറുള്ള ഒരു ഫ്രണ്ട് പേജ് മാത്രം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് എനിക്ക് തോന്നുന്നു ഇതും എന്തോ വണ്ടിയുടെ തന്നെ എന്തോ ആണ് കേട്ടോ. ഇതാണ് ഇത് ഒരു പേഴ്സ്. ഇതിനകത്ത് ഒന്നുമില്ല, വെറുതെ ഒരു കാലിപ്പേഴ്സ്. പിന്നെ ഒരു മാസ്ക്. ഇതാണ് ഇത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ അവിടുത്തെ ലാബ് റിപ്പോർട്ടാണ്. ഇതുണ്ടോ, ഡേറ്റ് നോക്കിക്കും. 16/1/2021 പോസിറ്റീവായ റിസൾട്ട്. അത് അന്ന് കൊണ്ടുവന്നിട്ട് അലമാരി വെച്ചാൽ പിന്നെ ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കലുണ്ട്. അത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇത് മിഷ്യൻ വാങ്ങിച്ചപ്പം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ വാറണ്ടി കാർഡോ ആണെന്ന് തോന്നുന്നു, ആ മിഷ്യൻ്റെ ബുക്ക്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 2 ബ്ലേഡ്. ഇത് നമ്മുടെ കുഞ്ഞിൻ്റെ 2 അരഞ്ഞാണം. വെള്ളിയുടെ 2 അരഞ്ഞാണമാണ് ഇരിക്കുന്നത്. കണ്ടോ, വെള്ളിയുടെ 2 അരഞ്ഞാണം. ഓക്കെ, നമുക്കിതെല്ലാം എടുത്തിട്ട് ഈ ഒരു ബോക്സിൽ MS ഗോൾഡിൻ്റെയൊക്കെ ബോക്സാണ്. ഒരു കൊന്തയാണ് ഇതിനകത്തിരിക്കുന്നത്. ഇത്രയാണ് ഈ ഒരു കള്ളിയിലുള്ളത്. ഓരോരു രൂപയുണ്ട്. ഇത്രയാണ് ഈ ഒരു കള്ളിയിലിരിക്കുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് കള്ളി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പം ഇതിനകത്ത് കുറേ കുഞ്ഞുടുപ്പുകളാണ്. കൊച്ചിൻ്റെ കുറേ കുഞ്ഞുടുപ്പുകൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. എപ്പോഴും ഞാൻ അടുക്കി വയ്ക്കുന്നതാണ്, പക്ഷേങ്കിൽ എപ്പോഴും ഓരോന്നിങ്ങനെ എടുക്കുമ്പം എല്ലാം ഇങ്ങനെ വീണിട്ട് ഇങ്ങനെ അലങ്കോലമായിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് എൻ്റെ ഡ്രസ്സാണ്. ഇതും അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും എത്രയൊക്കെ അടുക്കി വെച്ചാലും പിന്നെ ഓരോന്നെടുക്കുമ്പം അതുപോലെ തന്നെ അത് വലിച്ചിട്ടിട്ടുണ്ട്. എല്ലാം എടുത്ത് നിരത്തണ്ടേ, അതുകൊണ്ട് വലിച്ചിടുന്നില്ല. അപ്പം ഇതും അതുപോലെ തന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സുകളാണ്. എല്ലാം ഇനി ഒന്നുകൂടി അടുക്കി പറക്കി ഒന്ന് റെഡിയാക്കണം. ഇനി നമുക്ക് അടുത്തത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിനി അടുത്തത് ഈ ഒരു സൈഡ് ഓപ്പൺ ചെയ്ത് നോക്കാവേ. ഇത് നമ്മുടെ നെക്സ്റ്റ് സൈഡ്. അവിടെ ഉണ്ട് ഒരു പുതിക്കെട്ട്. അവിടെയുണ്ട് ഓരോന്നായിട്ട്. അപ്പം ഇതും അപ്പുറത്തെ ഇതുപോലെ ഒരു കവറാണ്, കണ്ടോ, കവറ്. പിന്നെ ഇതിൻ്റെ കുറച്ച് സാരി, ഒരു 3-4 സാരിയാണ് ഇരിക്കുന്നത്. ഞാൻ ആ കവറിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഇടുന്നില്ലാത്ത കുറച്ച് ഡ്രസ്സുകൾ മടക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. എൻ്റെ ഉണ്ട്, മോളുടെ ഉണ്ട്. കണ്ടോ, ഇത് കുറച്ച് കുഞ്ഞു ഡ്രസ്സുകളാണ് മടക്കിയെടുത്ത് വെച്ചേക്കുന്നത്. എടുത്ത് വെറുതെ നിരത്തി ഇടുണ്ടല്ലോ, അതുകൊണ്ട് ഇത് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഒരു ടോപ്പ്, ഒരു ജീൻസ്, ചുരിദാറ്, ടോപ്പ്, ലെഗിൻസ്, അതുപോലെ കൊച്ചിൻ്റെ കുഞ്ഞിലേക്ക് ഉണ്ടോ ഒരു ഉടുപ്പെടുത്ത് കാണിച്ചാൽ ഇത് കണ്ടു. തീരെ കുഞ്ഞിൽ ഒരു 3 മുതൽ ഒരു 6 മാസം വരെയുള്ള ടൈമിൽ ഇടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞുടുപ്പായിരുന്നേ. ഇനിയിപ്പോൾ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ട് മാറ്റി വെച്ചതാണ്.
അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനാണ്. അപ്പം ഇതിനകത്ത് ഇതിൻ്റെ ബാഗാണ്. അപ്പം ഞാൻ ഈ ബാഗിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാം. ഓക്കെ, പേപ്പേഴ്സ് ഞാൻ കാണിച്ചു തരാവേ. എൻ്റെ പേഴ്സ്, 1 രൂപ. ഓക്കെ, ഞാൻ എൻ്റെ പേഴ്സ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് എൻ്റെ പൊട്ട്, ഇതാ 1 രൂപ. ഇത് ആധാർ. ഇതെന്താ, ഇത് എൻ്റെ ഫോട്ടോയ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇതൊക്കെ ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്നതാണ്. ATM കാർഡ്, 2 ATM കാർഡ്, പാൻ കാർഡ്, 2 അല്ല കേട്ടോ, കാണിച്ചു തരാം, 1 മിനിറ്റ്. ഒന്ന്, 2, 3 ATM കാർഡ്. ഒന്ന് നമ്മുടെ ഗ്രാമീൺ ബാങ്കിൻ്റെത്, ഒന്ന് പോസ്റ്റ് ഓഫീസിൻ്റെ 2 എണ്ണം. ഇതാ പാൻ കാർഡ്. ഇത്രയാണ് ഈ ബാഗിൽ ഉള്ളത്. പിന്നെ കുറച്ച് പൈസ ഉണ്ട് കേട്ടോ. ഇതാ കുറച്ച് പൈസ ഉണ്ട്. ഇതുണ്ട്, കുറച്ച് കോയിൻസ്, ഒരു കൊന്ത. ഇതൊക്കെയാണ് എൻ്റെ പേഴ്സിനകത്തുള്ളത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇത് ഹോസ്പിറ്റലിൽ കാണിച്ചതിൻ്റെതാണ്. ഡോക്ടറുടെ ഇതും ഹോസ്പിറ്റലിൽ കാണിച്ചതിൻ്റെതാണ്. നമുക്കിനി നെക്സ്റ്റ് കള്ളി ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്തൊന്നുമില്ല കേട്ടോ. ഇതിനകത്തുള്ളത് ഇത്രയാണ്. ഇത് എൻ്റെ ഒരു കാർബണാണ് കേട്ടോ. ഞാൻ എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കാർബൺ. അതെങ്ങനെയോ ബാഗിനകത്ത് വന്നു പോയതാണ്. പിന്നെ ഈ ഒരു കള്ളിയിലൊന്നുമില്ല കേട്ടോ. ഇതൊരു ലാബ് റിപ്പോർട്ടാണ്. ഇതൊരു ലാബ് റിപ്പോർട്ട്. ഇത് പാസ്ബുക്ക് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. പാസ്ബുക്ക് ഇതാണ്. പോസ്റ്റ് ഓഫീസിൽ സേവിങ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉണ്ടായിരുന്നപ്പം അതിൻ്റേതാണ് 2 എണ്ണം. ഇതിൻ്റെ ഇതാ പാസ്ബുക്ക്. ഇത് മോളുടെ പേരിൽ തുടങ്ങിയൊരു അക്കൗണ്ടാണ് കേട്ടോ. സുകന്യ സമൃദ്ധി യോജന എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഓഫീസിലെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ്. അപ്പം അതിൻ്റെ അതാണ്. അതിനകത്തിപ്പോൾ ആ പാസ്ബുക്കിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ട് കേട്ടോ, കുറച്ച് ചില്ലറയായിട്ട്. അപ്പം ഇനി എപ്പോഴേലും പോകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇത് എൻ്റെ ഒരു പാസ്ബുക്കാണ് കേട്ടോ. ഇത് എൻ്റെ ബാഗിനകത്ത് ഇത് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കുറേ ഹാങ്കർ ഇതിനകത്തൊന്നുമില്ല. ഇതെൻ്റെ 2-3 സാരിയുടെ ബ്ലൗസാണ്. ഇതൊരു ഇതല്ല, 1 അല്ല 2 ഷർട്ട്. പിന്നെ ഹാങ്കർ ഇതാ. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഷർട്ട് ഉണ്ടോ, ഒരു ഷർട്ട്, ടീഷർട്ട്, ഇതാ ഒരു ഡയപ്പർ, 2 ജീൻസ്, ഇതാ പാമ്പേഴ്സിൻ്റെ വലിയൊരു പാക്കറ്റ്. സോഫി, ഇത് പാഡിൻ്റെ വലിയൊരു പാക്കറ്റ്.
ഒരു ജുബ്ബ ഇതാ, ഇതിൻ്റെ ഇടയിൽ മുകളിൽ ഒരു കുഞ്ഞുടുപ്പ്. ഈ ഒരു സെക്ഷനിൽ ഇത് ഇത്രയാണ് ഉള്ളത്. ഇനി അടുത്ത സെക്ഷൻ ഇത് പില്ലോ കവർ, പുതപ്പ്, ബെഡ്ഷീറ്റ്, ഇതൊരു വലിയ ടർക്കി, ഇതാ പുതപ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ്. അപ്പം ഇത് ഞാൻ കാണിച്ചു തരാം ഇതെന്താണെന്നുള്ളത്. അത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഞാനത് കാണിച്ചു തരാം. ഇതൊരു പില്ലോയിൽ എൻ്റെ ചേട്ടൻ്റെ ഫോട്ടോ പ്രിൻ്റ് ചെയ്തിട്ട് തന്നതാണ്. ഇത് കല്യാണം കൊറോണ സമയത്തായിരുന്നുകൊണ്ട് ഫ്രണ്ട്സിനെ ഒന്നും വിളിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പം അത് കഴിഞ്ഞ് ആരെയും തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കൊറോണേൻ്റെ സമയത്താണ് ഫ്രണ്ട്സിനെ ആരെയും വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു ദിവസം കോളേജിൽ പോകേണ്ട വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആളെ എനിക്ക് വേണ്ടി ചെയ്യിപ്പിച്ചുകൊണ്ട് വന്നതാണ്, എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. അപ്പം ഇത് ഞാൻ ഷോക്കേസിലൊന്നും വെച്ചിട്ടില്ല, പക്ഷെ പെട്ടെന്ന് പൊടി പിടിച്ചൊക്കെ പോകുമല്ലോ, അതുകൊണ്ട് ഞാൻ ആ ഒരു കവറിലിട്ടിട്ട് ഈ അലമാരിയിൽ തന്നെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇനിയെന്ന് പറയുന്നത് ഈ ഒരു ഡ്രോ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഒരു ഭരണി, എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു ഭരണി, ഇത് മോളുടെ വാക്സിനേഷൻ്റെ കാർഡ്, മാതൃ ശിശു സംരക്ഷണ കാർഡ്. അപ്പം അമ്മയുടെ ഫോട്ടോ, അമ്മയുടെ അഡ്രസ്സ്, അപ്പൻ്റെ അഡ്രസ്സ് എന്നുവേണ്ട സകല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നമുക്ക് എടുക്കുന്ന വാക്സിനേഷൻ്റെ ഡീറ്റെയിൽസ്. ഇത് കുഞ്ഞിന് ഇന്നോളം എടുത്തിട്ടില്ല. എല്ലാ തവണയും വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ നമുക്കവർ ഒരു ഷീറ്റ് എഴുതി തരുമല്ലോ, അപ്പം അതിൻ്റേതായ സകല ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. അപ്പം ആ ഒരു ഷീറ്റ് മുഴുവൻ ഞാൻ കളഞ്ഞിട്ടില്ല. 1 2 3 4 5 ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും അങ്ങനത്തെ എന്തോ ഒരു പേജ്. ഇത് ആളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി. ഇതെന്തോ ഗുണഭോക്താവിന് അംഗൻവാടി വർക്ക് നൽകേണ്ടത്. ഇതും എന്തോ ഒരു പേപ്പറാണ്. ഇത് പിള്ളേർക്ക് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കില്ലായിരുന്നു. അതിൻ്റേതായ ഇത് 2022 കേട്ടോ, ഫെബ്രുവരി 27 ഞായറാഴ്ച. ആ ഒരു ഇതിൻ്റെ ആണ് കേട്ടോ. അംഗനവാടിയിൽ നിന്ന് നമുക്ക് കൊടുക്കുന്ന പൾസ് പോളിയോയുടെ ഒരു അതിൻ്റെ ഒരു നോട്ടീസ് അന്ന് എനിക്ക് കിട്ടിയതായിരുന്നേ. അത് ഞാനിത് ഇത്രയും കളയാതെ അതല്ല, ഓരോ പ്രാവശ്യം എടുക്കും, അതിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കും, അങ്ങനെയായിരുന്നേ. ഇനി ഇത് എൻ്റെ ഒരു ചെറിയ ബാഗാണ്. ഇതിനകത്തൊന്നും ഇല്ല കേട്ടോ. ഇതിനകത്ത് ഒന്നും തന്നെ ഇല്ല, കണ്ടോ. ബാഗ് വെറും കാലിയാണ്, ഇതിനകത്തൊന്നുമില്ല. ഇത് ഒരു ഫയലാണ്. ഇത് ഞാൻ ഫയലിൽ ഇതിൻ്റെ റെസ്യൂമാണ് 2 ഇത് 2 എൻ്റെ റെസ്യൂമ്. ഇത് മോളുടേതെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ ഫയല് ഉണ്ടോ, ഇത് സ്കാനിങ് റിപ്പോർട്ട്, ഡോക്ടേഴ്സിൻ്റെ ചീട്ട് വക കാര്യങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. എല്ലാവരും പറഞ്ഞു സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെന്ന് തോന്നുന്നു, അതറിയില്ല. ഇതിപ്പോൾ ഇത് കൊച്ചിൻ്റെ ഇത് 5ാം മാസത്തെ സ്കാനിങ്ങിൻ്റേതാണ് കണ്ടോ. 5ാം മാസത്തെ സ്കാനിങ്ങിൻ്റേതാണ് ഈ റിപ്പോർട്ട്സൊക്കെ. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ് തോന്നുന്നു. ഡെലിവറി കഴിഞ്ഞ് വരുന്ന സമയത്ത് കണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ പേപ്പേഴ്സൊക്കെയാണ് കേട്ടോ. ഓരോ സ്കാനിങ്ങിൻ്റെ ഇത് ഇന്നത്തൊക്കെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടോ
സ്കാനിങ്ങിൻ്റെ പേപ്പേഴ്സൊന്നും ഇല്ലയെന്ന് തോന്നുന്നു, അതിൻ്റെ കവേഴ്സ് മാത്രമേ ഉള്ളൂ. ഇത് കണ്ണൂർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരാൻ നേരത്തെ കിട്ടിയ എന്തൊക്കെയോ പേപ്പേഴ്സാണ്. ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഇതും ഡോക്ടറെ കാണിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ ചീട്ട്. സ്കാനിങ് റിപ്പോർട്ട്. ഇതൊക്കെ ലാബിൽ ടെസ്റ്റ് ചെയ്തതിൻ്റെതാണ്, ലാബ് ടെസ്റ്റിൻ്റെയൊക്കെ റിപ്പോർട്ട്. ഇതും ലാബ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട്. അങ്ങനെ കുറേ ലാബ് ടെസ്റ്റിൻ്റെ പേപ്പേഴ്സൊക്കെയാണിത്. എല്ലാം കൂടി ആ ഒരു ഇതിൽ എടുത്തു വെച്ചിരിക്കുന്നു നമ്മളാണ്. ഇതൊക്കെ സ്കാനിങ്ങിൻ്റെയാണ് കേട്ടോ. ഇതൊക്കെ സ്കാനിങ്ങിൻ്റെ ഓരോ തവണത്തെ സ്കാനിങ്ങിൻ്റെ ഇതാണ്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഫോൺ വന്നുകൊണ്ട് വീഡിയോ കട്ടായിപ്പോയി. അപ്പോൾ ഞാൻ എൻ്റെ ഫയൽസൊക്കെ ആ സമയത്ത് ഞാൻ എടുത്തു വെച്ചു ഇപ്പോൾ മോളുടേത്. ഇനി നെക്സ്റ്റ് ഫയല്, അടുത്തൊരു ഫയല്, ഇതെൻ്റെ ഫയലാണ് കേട്ടോ. അതും എൻ്റെ റെസ്യൂംസ്, ഇത് എൻ്റെ SLC ബുക്കിൻ്റെ മാർക്ക് ലിസ്റ്റ്, അങ്ങനെ കുറേ സാധനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. SLC ബുക്ക്, +2ൻ്റെ മാർക്ക് ലിസ്റ്റ്, എൻ്റെ ഡിപ്ലോമയുടെ മാർക്ക് ലിസ്റ്റ്, അങ്ങനെ കുറേ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളുള്ള എൻ്റെ ഒരു ഫയല്. ഇനി നെക്സ്റ്റ് ഇത് നിങ്ങളുടെ ABCD ആൽഫബറ്റ് ബുക്ക്. ഇതും എവിടുന്നോ കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഇതിൻ്റെ നല്ല തിക്കായിട്ടുള്ള നല്ല കട്ടി കാർഡ്ബോർഡ് പോലെയുള്ള ഇതിനകത്ത് നമ്മുടെ ആൽഫബറ്റ്സ് ബുക്ക്. A4 ആപ്പിൾ കൊടുക്കാറില്ല കേട്ടോ. കൊച്ചിന് വേണ്ടി മേടിച്ചതാണെങ്കിലും കൊടുക്കാറില്ല. അവർ 2 ദിവസം എടുക്കും, പിന്നെ അവർക്ക് മടുപ്പാകില്ല. അപ്പം ഞാനെടുത്ത് മാറ്റി വയ്ക്കും. പിന്നെ ഇതെപ്പോഴും കുറേ നാൾ കഴിഞ്ഞിട്ട് കൊടുക്കും. അങ്ങനെ ഞാനിത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിപ്പം എൻ്റെ അലമാരി കേട്ടോ ഇരിക്കുന്നത്. ഇതിനതാ ഇത് കുഞ്ഞിൻ്റെ ഒരു എക്സ്റേ ആണ്, നമ്മളുടെ ആദ്യത്തെ എക്സ്റേ, കൈയിൻ്റെ കണ്ടോ, ആദ്യത്തെ എക്സ്റേ ആണ്. അവളുടെ കുറച്ച് റിപ്പോർട്ട്സ്. ഇതും എൻ്റെ തന്നെ ഫയലാണ്. ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ്. പിന്നെ ഇതിനകത്തുള്ളത് എന്താ, ഇതിനകത്തും അതുപോലത്തെ എന്തൊക്കെയോ കുറച്ച് പേപ്പേഴ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഞങ്ങളുടെ സൺഡേ സ്കൂളിൻ്റെ സർട്ടിഫിക്കറ്റ്, ബ്ലഡ് ഡൊണേറ്റ് ചെയ്തേണ്ടത്. ഇതൊക്കെ നമ്മുടെ ATM കാർഡ് കിട്ടുമ്പോഴത്തേക്കും അങ്ങനത്തെ കുറേ ഇത്, പാസ്ബുക്കിൻ്റെ പേപ്പേഴ്സോ അങ്ങനെ എന്തൊക്കെയാണ്. ഇത് MBC മാരേജ് ഗൈഡൻസ് കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ്. ഇതെന്താ, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്. എനിക്ക് തോന്നുന്നു ഇത് കോളേജ് കഴിഞ്ഞു വന്നപ്പോൾ കിട്ടിയ എന്തൊക്കെയോ കുറച്ച് ആണെന്ന് തോന്നുന്നു. ഇത് പള്ളിയിൽ നിന്ന് കിട്ടിയ എന്തോ പേപ്പറാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഓക്കെ, ഇത് മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് 2020 ചെയ്തതാണ്. ഇതുവരെ കളഞ്ഞിട്ടില്ല. ഇത് ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഇത് മാരേജ് സർട്ടിഫിക്കറ്റ് ആക്കാൻ കൊടുക്കാൻ നേരത്ത് പള്ളിയിൽ നിന്നാണ്ട് മേടിക്കുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു സർട്ടിഫിക്കറ്റാണ്. വരൻ്റെ ഡീറ്റെയിൽസ്, വധുവിൻ്റെ ഡീറ്റെയിൽസ് കണ്ടോ. 14/9/2020 കല്യാണം കഴിഞ്ഞ ഡീറ്റെയിൽസ്, 2 വിറ്റ്നസ് ഉണ്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇതിനകത്തുള്ളത്. ഇതെന്താ, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ അവിടുന്ന് കോഴ്സ് കഴിഞ്ഞ് വന്ന സമയത്ത് കിട്ടിയതാണ്. ഇത് ഞാൻ കാണിച്ചു തരാവേ. ഇത് ഞാൻ
ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് SBIൻ്റെ അക്കൗണ്ട് വേണമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ SBIൻ്റെ അക്കൗണ്ട് എടുത്തു. നമുക്ക് സ്റ്റൈപ്പൻ്റൊക്കെ കിട്ടത്തില്ലേ, അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതായിരുന്നു. ഇപ്പം ഏകദേശം ഇപ്പം എത്ര വർഷമായിട്ടുണ്ടെന്ന് നോക്കട്ടെ ഈ വർഷമുണ്ടോന്ന് ഇതിനകത്ത്. ഇത് വർഷത്തിലെടുത്തെന്നുള്ളത് കാണുന്നത്. എന്തായാലും ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴത്തെ പേപ്പറാണ് ഇത്. ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴത്തെ എടുത്ത പാസ്ബുക്കിൻ്റെ. ഇപ്പം ഈ അക്കൗണ്ടൊന്നും ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല, പക്ഷേ പേപ്പേഴ്സൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഇത് മൈഗ്രേഷന് എന്നതാ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്. ഇതെന്തോ +2ൻ്റെ എന്തോ ആണ്, ഐഡൻറ്റിറ്റി സ്റ്റുഡൻ്റ് ഐഡൻറ്റിറ്റി കാർഡോ. ഇത് ഇംപ്രൂവ്മെൻറ്റ് +2ൻ്റെ ഇംപ്രൂവ്മെൻറ്റിൻ്റെ പേപ്പറാണെന്ന് തോന്നുന്നു. ഇതും സ്കോർ ഷീറ്റ്. ഇതും എന്തോ മാർക്ക് ലിസ്റ്റ് ആണെന്ന് തോന്നുന്നു. +2ൻ്റെ മാർക്ക് ലിസ്റ്റ്, 10ൻ്റെ SLC ബുക്കിൻ്റെ ഒരു കോപ്പി, മാരേജ് സർട്ടിഫിക്കറ്റ്. ഇതെന്തോ അക്ഷയയിലെ എന്തോ പേപ്പേഴ്സാണെന്ന് തോന്നുന്നു. ഇതിനൊന്നും ആവശ്യമില്ലാത്തതാണ് കേട്ടോ, പിന്നെ കളയാതെ വെച്ചിരിക്കുന്നു. അക്ഷയുടെ നമ്മുടെ ആധാറിൻ്റെ എന്തോ പേപ്പേഴ്സ്. ഇത് നോക്കാനാണ് ഒത്തിരി ഇല്ല. ഇതൊക്കെ എന്തുവാണെന്ന് പോലും എനിക്കറിയില്ല. ഇത് പാസ്ബുക്ക്. ഇത് കോളേജിൽ നിന്ന് കിട്ടിയ എന്തോ കോളേജിൻ്റെ അഡ്രസ്സുള്ളത്. കോളേജിൽ നിന്ന് കിട്ടിയ എന്തിൻ്റെയും പേപ്പർ ആയിരിക്കണം, എന്താണെന്നുള്ളത് അറിയത്തില്ല. ഓക്കെ, എനിക്കിതൊരു ഇൻ്റർവ്യൂവിന് ലെറ്റർ വന്നതാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ അഡ്രസ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ലെറ്റർ. ഇത് പാൻ കാർഡിൻ്റെ കോപ്പി, ആധാറിൻ്റെ കോപ്പി. അപ്പം ആ ഒരു ഫയൽസിൽ അത്രയാണുള്ളത്. ഇനി അടുത്തത് ഈ ഒരു ഫയല് എൻ്റെ കെട്ടിയോൻ്റെ ഫയൽസും കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ, ഇത് എടുത്ത് നോക്കുന്നില്ല, എന്തിൻ്റെയൊക്കെയാണ് അതെടുത്ത് നോക്കുന്നില്ലേ. രണ്ട് കൊട. ഇതെന്നതാ, ഒരു കൃപാസന പത്രം, ഒരു പത്രപേപ്പർ. ഇത് ബഡ്സ് ആണെന്ന് തോന്നുന്നു. യെസ്, ബേബി ബഡ്സ് ഇല്ലേ, കോട്ടൺ ബഡ്സ്, അതാണ്. ഇത് എൻ്റെ പേഴ്സ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ, ഒന്നുമില്ല, ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇതിനകത്ത് ഒന്നുമില്ല. ഇതും ചേട്ടൻ്റെ എന്തോ നമ്മുടെ കോയിൻ കളക്ഷനാണെന്ന് തോന്നുന്നു. കോയിൻ്റെ നോട്ടിൻ്റെ ഇത് അങ്ങനൊരു കളക്ഷൻ കണ്ടോ. ഇത് ഇവിടുത്തെ പിള്ളേർ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കാണ് തോന്നുന്നു. ഇതിൻ്റെ ചേട്ടൻ്റെ SLC +2 മാർക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇത് എൻ്റെ പേഴ്സണൽ ഡയറി. പക്ഷെ ഇതിനകത്തൊന്നും എഴുതിയിട്ടൊന്നുമില്ല കേട്ടോ. പേഴ്സണൽ ഡയറിയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഞാനൊന്നും എഴുതിയിട്ടില്ല. കണ്ടോ, ഇഷ്ടം എഴുതി. എൻ്റെ മോഹങ്ങൾക്ക് ചിറകുകൾ തന്നവർ തന്നെയാണ് എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിതയൊരുക്കിയത്. ഇതെന്തൊക്കെയോ ആ ഒരു പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെയോ എഴുതി വച്ചിരിക്കുന്നത്. ഇത് എൻ്റെ കുഞ്ഞിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം, വെയ്റ്റ്, ഹൈറ്റ്, നക്ഷത്രം, മാമോദിസ മുഖ്യ തീയതി, ഫാദർ, മുഖ്യ വൈദികൻ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇതെൻ്റെ ഒരു ID കാർഡ്. ഞാൻ കുറച്ച് നാൾ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ID കാർഡ്. ഇത് അതിൻ്റെ ഒരു കഥയുണ്ടായിരുന്നു. ഇത്
എൻ്റെ എന്തോ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇത് എൻ്റെ ഒരു കഥ ഒന്നല്ല കേട്ടോ, 2 കഥയുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ എഴുതി വെച്ചിരിക്കുന്ന, പണ്ടെപ്പോഴോ എഴുതിയ കഥ. അതൊരു ബുക്കിൽ നിന്ന് വരച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. കണ്ടോ ഇതും അതുപോലെ തന്നെ ഒരു കഥ ഒരു തുണ്ട് പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് കളി ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പം നെക്സ്റ്റ് കളി മേക്കപ്പ് സെറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു പൗച്ചാണ്. ഇപ്പം ഈ പൗച്ച് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പം വർഷം കുറേ ആയിട്ടോ. അതിനകത്ത് മോളുടെ കുറച്ച് വള, ഐലൈനർ, സ്റ്റിക്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ഇത് കണ്ടോ, ഉപയോഗിക്കാത്ത കുറച്ച് വള കാര്യങ്ങൾ, പൗഡർ. ഇത് നമ്മുടെ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, പൊട്ട്, പൗഡർ, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. മേക്കപ്പ് എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ലേ. അപ്പം അതത്രയാണുള്ളത്. ഇനിയെന്ന് പറയുന്നത് നമ്മുടെ നെക്സ്റ്റ് കളി ഇതാണ് കേട്ടോ. അപ്പം ഇതാണ് ശരിക്കും ആക്രി സാധനങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊരു ലേഹ്യം, കവചപ്രാശിൻ്റെ ഒരു ലേഹ്യമാണ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. പക്ഷെ കഴിച്ചിട്ടില്ല. ഇത് ഞാൻ ഇതൊക്കെയോ ഒരു പേപ്പർ, ഇങ്ങനത്തെ ബഡ്സ്, ഗ്ലിസറിൻ അല്ല റോസ് വാട്ടർ, ഗ്ലിസറിന്, പിന്നെ നമ്മുടെ ഫീഡിങ് ബോട്ടിലിൻ്റെ കുറച്ച് സാധനങ്ങൾ. ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇതെന്ന് പറയുന്നത് മോളുടെ ഒരു മരുന്ന്, എനിക്കൊന്ന് പനിയുടെ പാരസിറ്റമോളിൻ്റെ സിറപ്പ്. ഇത് ഒരു കുഞ്ഞ് ബോക്സ്. ഇതിനകത്തും കുറച്ച് മരുന്നാട്ടോ ഇരിക്കുന്നു. ഒരു ചീർപ്പ്, ബഡ്സ്, ഇത് ഗ്ലൂക്കോസ്, മിൽക്കി ബിസ്ക്കല്ല കേട്ടോ, ബിസ്ക്കറ്റ് അല്ല. ഇതിനകത്ത് നമ്മുടെ ഗ്ലൂക്കോസാണ്. ഇത് എപ്പോഴും ഇത് ഡേറ്റൊക്കെ കഴിഞ്ഞതായിരിക്കും, എടുത്ത് കളയാനായത്. പക്ഷെ ഇതുവരെ കളഞ്ഞിട്ടില്ല. അപ്പം അത്രയാണ് ആ ഒരു ബോക്സിലുള്ളത്. ഇനി ഇത് നമ്മുടെ ജലദോഷത്തിന് മൂക്കിലൊഴിക്കാൻ വേണ്ടി തരുന്ന മരുന്ന്. എനിക്കിഷ്ടമല്ല ഇത് മൂക്കിലൊഴിക്കാൻ, ഞാൻ ഒഴിച്ചിട്ടില്ല. ഇനി നമ്മുടെ ഫീഡിങ് ബോട്ടിലിൻ്റെ കഴുകി ഉണങ്ങിക്കഴിഞ്ഞപ്പം എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കേട്ടോ, കുറച്ച് കൊന്ത. ഇത് നമ്മുടെ ഒരു കീ ചെയിനാണ്, മോളുടെ ഫോട്ടോ വെച്ചിട്ട് ചെയ്യിപ്പിച്ചെടുത്തൊരു കീ ചെയിൻ ഒക്കെ ഉണ്ടോ. കീ ചെയിൻ ഈ ഒരു ബോക്സിൽ എൻ്റെ കല്യാണ മോതിരമുണ്ട്, വേറൊരു റിങ്ങുമുണ്ട്. ഞാൻ മോതിരം ഇട്ടുകൊണ്ട് നടക്കാറില്ല. അപ്പം ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ. അപ്പം അത് ഞാനിങ്ങനെ ഊരി വെച്ചിരിക്കുന്നതാണ്. ഇതൊരു ദൈവത്തിൻ്റെ ഈശോയുടെ ഒരു പടം. ഇത് കുറച്ച് പ്രാർത്ഥന ബുക്കുകൾ കാര്യങ്ങളൊക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഞാൻ എൻ്റെ ഹെയർ ഓയിൽ, ഇത് അമ്മ കാച്ചി തന്ന ശുദ്ധമായ ഓയിലാണ്. ഇതാണ് ഞാൻ തലയിൽ തേക്കുന്നത്. ഇനി എന്താ ബിക്സ്, ബീടെക്സ്, ഇത് കുറച്ച് വെറും പ്ലാസ്റ്റിക് കവേഴ്സ്. ഇതൊക്കെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ, ഇതൊക്കെ കളയാനുള്ളതാണ്. ഇതേതോ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്തതിൻ്റെ ഹെയർ ഓയിൽ. പിന്നെ ഇത് റോസ് വാട്ടറും ഗ്ലിസറിൻ കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബയോലിൻ. എൻ്റെ വാച്ച് ഓടുമൊന്നുമില്ല കേട്ടോ, ചുമ്മാ ഷോയ്ക്ക് കെട്ടിക്കൊണ്ട് നടക്കാനേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് അതുപോലെ കുറച്ച് ഓയിൽസാണ് കേട്ടോ. പാരച്യൂട്ട്, ഇത് നമ്മുടെ മുറിവെണ്ണ, ഇത് ഡെറ്റോളിൻ്റെ കുപ്പിയിൽ ഞാൻ ഷാമ്പു ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം അതിനകത്ത് അത്രയാണുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, എൻ്റെ ബ്രഷുകൾ, ഒരു കുപ്പി, ഇത് നമ്മുടെ സാനിറ്റൈസർ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഒരു പെന്ന്, ATM കാർഡ്, ഇതെൻ്റെ ATM കാർഡ്, എൻ്റെ SBIൻ്റെ ഒരു ATM കാർഡ്. ഇത്രയാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ
അലമാരയിലുള്ളത്. ഇത്രയൊക്കെയാണ് എൻ്റെ അലമാരയിലുള്ളത്. നിങ്ങളുടെ അലങ്കോലമായി കിടക്കുന്ന ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ആദ്യകാലം മുതൽ 2017 തൊട്ടുള്ള പേപ്പേഴ്സ്, ആവശ്യമില്ലാത്ത പേപ്പേഴ്സ് മുഴുവൻ ഇങ്ങനെ ഫയലായിട്ട് വെച്ചിട്ടുണ്ട്. എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ എപ്പോഴേലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ സാധനങ്ങളാണ് എൻ്റെ അലമാരയിലുള്ളത് കേട്ടോ.